അഡോൾഫ് ഹിറ്റ്ലറെക്കുറിച്ച് നമുക്കറിയാം. ജർമ്മനിയുടെ എന്നല്ല ലോകം കണ്ട എക്കാലത്തെയും കൂടുതൽ കുപ്രസിദ്ധി നേടിയ ഏകാധിപതിയായിരുന്നു അഡോൾഫ് ഹിറ്റ്ലർ. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ജർമ്മനി തകർന്നടിയുകയും തുടർന്ന് ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്യുകയും ഉണ്ടായി എന്നാണ് നമ്മൾ ചരിത്രത്തിൽ നിന്നും മനസ്സിലാക്കിയിരിക്കുന്നത്. ഹിറ്റ്ലറെക്കുറിച്ച് പറയാൻ നിരവധി വിചിത്രമായ കാര്യങ്ങളുണ്ട്. നിരവധി മനുഷ്യരുടെ ജീവനുകൾ നിഷ്ഠൂരം കൈകാര്യം ചെയ്ത ചരിത്രത്തിലെ കറുത്ത അധ്യായങ്ങളുടെ തലവൻ തന്നെയാണ് ഹിറ്റ്ലർ. എന്നാൽ അദ്ദേഹം ഒരു പ്യുവർ വെജിറ്റേറിയൻ ആയിരുന്നുവെന്ന് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? ശുദ്ധ വെജിറ്റേറിയനാണ് എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് ധാരാളം പ്രത്യേകതകൾ വേറെയും ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള പ്രത്യേകതകളിൽ ഒന്നായിരുന്നു ഹിറ്റ്ലർ തൻ്റെ പെറ്റായി വളർത്തിയിരുന്ന ചീങ്കണ്ണിയും. ഹിറ്റ്ലറുടെ ചീങ്കണ്ണിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ ചെയ്യാനുണ്ടായ കാരണം മറ്റൊന്നുമല്ല, അഡോൾഫ് ഹിറ്റ്ലർക്ക് ഏറെ പ്രിയങ്കരനെന്ന് പറയപ്പെടുന്ന ചീങ്കണ്ണി കഴിഞ്ഞ ദിവസം മരണപ്പെടുകയുണ്ടായി. മോസ്കോ മൃഗശാല അധികൃതരാണ് ഇക്കാര്യം അറിയിച്ചത്. 84 വയസ്സായിരുന്നു ഈ ചീങ്കണ്ണിക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ ഹിറ്റ്ലറുടെ ചീങ്കണ്ണി ആയതു മാത്രമല്ല ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ചീങ്കണ്ണികൾ ഏകദേശം 30 മുതൽ 50 വയസ്സുവരെയാണ് ജീവിക്കുക. എന്നാൽ മിസിസിപ്പി എന്ന ഈ ചീങ്കണ്ണി 84 വയസ്സുവരെയാണ് ജീവിച്ചത്. 30% കൂടുതൽ ആയുസ് ലഭിക്കുക എന്നത് തീർച്ചയായും ഒരു വലിയ കാര്യം തന്നെയല്ലേ? ഏറിപ്പോയാൽ 50 വയസ്സുവരെ മാത്രം ജീവിക്കുന്ന ഒരു ചീങ്കണ്ണി 84 വയസ്സുവരെ ജീവിച്ചത് തന്നെ വലിയ സംഭവമാണെന്നിരിക്കെ മറ്റൊരു പ്രധാന സംഭവ വികാസം കൂടെ ഈ ചീങ്കണ്ണിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, 1943 ബെർലിൻ മൃഗശാലയ്ക്ക് നേരെയുണ്ടായ വ്യോമാക്രമണത്തിൽ 2 ജോഡി ചീങ്കണ്ണികളും കുറച്ച് മുതലകളും മരിച്ചിരുന്നു. എന്നാൽ അന്ന് ആ അപകടത്തെ അതിജീവിക്കാൻ ഈ ചീങ്കണ്ണിക്ക് കഴിഞ്ഞിരുന്നു. ഇത്രയും കാലം ജീവിച്ചു കൊള്ളാം എന്ന് ആർക്കോ വാക്ക് നൽകിയതുപോലെ 1936 അമേരിക്കയിൽ ജനിച്ച ചീങ്കണ്ണിയെ ബെർലിനിലെ മൃഗശാലയിലേക്ക് ഹിറ്റ്ലർ സമ്മാനിച്ചതാണെന്ന് പറയപ്പെടുന്നു. ഹിറ്റ്ലർ ഈ മൃഗശാലയിലെ പതിവ് സന്ദർശകനായിരുന്നു. പിൻകാലത്ത് ബ്രിട്ടനാണ് ഈ ചീങ്കണ്ണിയെ മോസ്കോയ്ക്ക് കൈമാറിയത്. 74 വർഷമായി മോസ്കോയിലെ ഈ മൃഗശാലയിലാണ് ഈ ചീങ്കണ്ണി. അവിടെ വെച്ച് തന്നെയാണ് ചീങ്കണ്ണിയുടെ അന്ത്യവും നടന്നിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറിച്ചാണെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മടിക്കരുത്. മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായി വീഡിയോ ഷെയർ ചെയ്യുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് വിടാം.